വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, നിങ്ങളുടെ എക്സാം ഒക്കെ നിങ്ങൾ തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസ് ആണ് ഇനി നിങ്ങളുടെ മുമ്പിലുള്ള എക്സാം. സോ അതിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? ആ ഫുൾ മാർക്ക് ഉറപ്പിച്ചു തരാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റുകളൊക്കെ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ എന്തായിട്ടുണ്ടാവും, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, അതിന്റെ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് ഇങ്ങനെ റിവൈസും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സോ പഠിച്ചത് മറന്നു പോകുന്നില്ല, പക്ഷെ എല്ലാവരും പറയുന്നതാണ്. അപ്പൊ അതിന് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിവൈസ് ചെയ്ത് പഠിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറന്നു പോകില്ല. റെഡി? അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മിസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ഈ ബഹുകോശ ജീവി? വാട്ട് ഡു യു മീൻ ബൈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഓർ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദേ ആർ ഓർഗാനിസം വിത്ത് മോർ ദാൻ വൺ സെൽ. അല്ലേ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് നമ്മൾ ബഹുകോശ ജീവി എന്ന് പറയാ. ബഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചിക്കുക. അപ്പൊ നമ്മൾ എന്തിന് എക്സാമ്പിളാ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് സെല്ലുകൾ ഉണ്ടല്ലോടാ. അതുകൊണ്ട് നമുക്ക് എന്താണ്, മൃഗങ്ങളും സസ്യങ്ങളൊക്കെ എന്തിന് എക്സാമ്പിളാന്ന് പറയാം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് പറയാം. അപ്പൊ നേരെ തിരിച്ച് വേറെ എന്തുണ്ട്, യൂണിസെല്ലുലാർ ഓർഗാനിസം ഉണ്ട് ഇല്ലേ. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രമേ ഉള്ളത്. ഇപ്പൊ അമീബ, പാരമീസിയം അല്ലെങ്കിൽ യുഗ്ലീന എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ കോശമുള്ള ജീവിയാണ്. സോ അതിനെ നമുക്ക് പറയാം ഏകകോശ ജീവി. ഏക മീൻസ് ഒറ്റയ്ക്ക്. ഇപ്പൊ എന്താ ഏകാന്തമായിട്ടിരിക്കുന്നത് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്താണെന്നല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ആലോചിക്കാം അല്ലേ. സോ മൾട്ടി സെല്ലാർ ഉണ്ട്, യൂണിസെല്ലാർ ഉണ്ട് എന്നുള്ള കേസ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ആലോചിച്ച് വെക്കാം. റെഡി? അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതിന്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ട്രൂ ഓർ ഫോൾസ്, ശരിയോ തെറ്റോ? ആനയുടെ ശരീരകോശങ്ങൾ പൂച്ചയുടെ ശരീരകോശങ്ങളെക്കാൾ വളരെ വലുതാണ്. സെൽസ് ഓഫ് എലിഫന്റ് ഈസ് മച്ച് ബിഗർ ദാൻ ദ സെൽ ഓഫ് കാറ്റ്. ഒരു ജീവി വളരുമ്പോൾ അവയുടെ ശരീരകോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. വെൻ ആൻ ഓർഗാനിസം ഗ്രോസ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് ബോഡി സെൽ ഇൻക്രീസസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ചിലപ്പോൾ ഇങ്ങനെയാ ചോദിക്കുക, എന്താ പറയാ, ആനയുടെ ശരീരം പൂച്ചയേക്കാൾ വലുതാണ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വരാനുള്ള റീസൺ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ജീവികളുടെ വലിപ്പം എന്ന് പറയുന്നത് കോശത്തെ അല്ല, അവയുടെ എണ്ണത്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ആനയ്ക്ക് വലിയ കോശം ഉണ്ടെന്നാണോ അർത്ഥം? പൂച്ചയേക്കാൾ കമ്പാരിറ്റീവ്ലി വലിയ കോശം ഉണ്ടെന്നാണോ? അല്ല, നമുക്ക് പറയാൻ പറ്റും ആനയുടെ കോശങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്. സൈസ് ഓഫ് ദ ഓർഗാനിസം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സെൽ ബട്ട് ദ നമ്പർ ഓഫ് സെൽസ്. എത്ര നമ്പറുകൾ ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരാടാ, അതിന്റെ സൈസ് വരാന്നുള്ള പോയിന്റ് ആലോചിച്ച് വെച്ചോ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. തേൻ കുടിക്കുന്ന പക്ഷികളുടെ ചുണ്ടിന്റെ സവിശേഷത നിരീക്ഷിക്കോ. ഒബ്സർവ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ ബീക്ക് ഓഫ് ദ ബേർഡ്സ് ദാറ്റ് സക്ക് ഹണി എന്നാ പറയുന്നത്. തേൻ കുടിക്കുന്ന കുഞ്ഞു തേൻകുരുവികളെ കണ്ടിട്ടില്ലേ? അതിന്റെ എന്താ സ്പെഷ്യാലിറ്റി പറഞ്ഞത്? അതിന്റെ ചുണ്ടിന്റെ സ്പെഷ്യാലിറ്റി ആണല്ലേ. നല്ല കൂർത്ത ചെറിയ ചുണ്ടുകളായിരിക്കും, കൂർത്ത കൊക്കുകളായിരിക്കും. കുഞ്ഞു ശരീരമാണെങ്കിലും അതിന്റെ കൊക്കിന് നല്ല സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ കൊക്ക് വെച്ചിട്ട്, ആ ചുണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് തേൻ കുടിക്കാൻ പറ്റും അല്ലെ. സോ തേൻകുരുവികളുടെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി വെക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഷാർപ്പ് ആയിട്ടുള്ള ബീക്കാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ചേഞ്ചസ് ഇൻ ടു ഡാഷ്. ഒരു പൂവിലെ അണ്ടാശയം വളർന്ന് വികാസം പ്രാപിച്ചുണ്ടാകുന്നതാണ് ഡാഷ് എന്ന് പറയുന്നു. ഏതാണ് മക്കളെ പറയാ? ഓവറി വളർന്ന് ഡാഷായി, ഒവ്യൂള് വളർന്ന് ഡാഷായി വളരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച കേസ് അല്ലേ. മിസ് ഓൾറെഡി ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ് മക്കളെ ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയം വളർന്നിട്ട് എന്തായിട്ട് മാറുക, ഫലമായിട്ട് മാറുന്നു, ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. അത് നിങ്ങൾ ആലോചിച്ച് വെച്ചോ. ഓവറി എന്ന് പറഞ്ഞ ഫ്രൂട്ട്, ഓവർ ആവുക, വലുത്. ഓവർ ആവുക പറഞ്ഞ എന്താ, കൂടുതൽ, വിചാരിച്ച പോലെ കുറച്ച് ഓവറാന്ന് പറയും. അപ്പൊ എന്താ, വലിയ സാധനം എന്ന് ആലോചിക്കുക. അപ്പൊ ഫ്രൂട്ട് അല്ലേ സീഡിനേക്കാൾ വലുതെന്ന് ആലോചിക്കുക. ഒവ്യൂള് പറയുമ്പോ അതാണ് സീഡായിട്ട് മാറുക. എന്ന് വെച്ചാൽ അണ്ടം വളർന്ന് വിത്തായും അണ്ടാശയം വളർന്ന് ഫലമായിട്ടും മാറുന്നു എന്നുള്ള കേസ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. റെഡി? അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ ഡെവലപ്പ് ഇൻടു ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇപ്പൊ പറയാം, അണ്ടാശയത്തിനുള്ളിൽ അണ്ടം വളർന്ന് എന്തായി മാറുന്നൂടാ, സീഡായിട്ട് മാറുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇത് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ മാങ്ങ കൺസിഡർ ചെയ്താൽ മാങ്ങിന്റെ ഫ്ലഷ് ഭാഗം ഉണ്ടല്ലോ, ആ കഴിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതെന്താ, അത് ഓവറി വളർന്ന് അണ്ടാശയം വളർന്നിട്ടാണ് ആവുന്നതെന്ന് പറയാം. അതേപോലെ അതിനകത്ത്
ഓവറിനകത്തുള്ള അണ്ടി എന്തായിട്ട് മാറുക, ഒവ്യൂള് വളർന്നിട്ടാണ് അതെന്തായിട്ട് മാറുക, സീഡായിട്ട് മാറുക, മാങ്ങ അണ്ടിയായിട്ട് മാറുക എന്ന് ആലോചിച്ചാൽ മതി. സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓഡ് വൺ. കൂട്ടത്തിൽ പെടാത്തത് ഏതാ? പ്ലാസ്മ സ്ഥലം, കോശഭിത്തി, കോശദ്രവ്യം, മർമ്മം. പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ കൂട്ടത്തിൽ പെടാതിരിക്കുന്നത്? ഏതാണ്? സെൽ വാൾ ആണല്ലേ. എന്താ കോശഭിത്തി എന്ന് പറയാൻ കാരണം അത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. സെൽ വാൾ പ്രസന്റ് ഓൺലി ഇൻ ദ പ്ലാന്റ്സ് അല്ല, സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും ഉണ്ട് നമുക്കറിയാം. രണ്ടിനും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് പറയുന്ന ഒരു കേസാണ് ഏത്? നമ്മുടെ സെൽ വാള്. അത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വാളുകൾ കാണപ്പെടുന്നുള്ളൂ. മറ്റുള്ളതില് സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും മറ്റുള്ള സാധനങ്ങൾ, ഇപ്പോൾ പ്ലാസ്മാസ്റ്റർ ആയിക്കോട്ടെ, കോശദ്രവ്യം ആയിക്കോട്ടെ, മർമ്മം എന്ന് വെച്ചാൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസ്മ, പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. ബട്ട് നമ്മുടെ സെൽ വാൾ എന്ന് പറയുന്നത് മറ്റേതിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമീബ ഓൺ ദ പാരമീസിയം യൂഗ്ലീന. ഇതിൽ എന്താണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്? ഏതാണ് ഒറ്റയാനായിട്ടുള്ളത് ചോദിച്ചാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് പറയാം എന്താണ്, എന്താ ഷാമലോൺ ആണെന്ന് പറയാനുള്ള റീസൺ എന്താ? ബാക്കിയെല്ലാം യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. മിസ് ഫസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓന്ത് അങ്ങനെയാണോ? അല്ല, ഓന്തിന് ഒരുപാട് കോശങ്ങളുണ്ട്. സോ ബഹുകോശ ജീവികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഇതിൽ നിന്ന് നിങ്ങളോട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത്? ഒരു പെൺപൂവിന്റെ എന്ന് വെച്ചാൽ പെൺ ലിംഗാവയവമായിട്ടുള്ള ഗൈനീഷ്യം. മിസ് പറഞ്ഞു ഗേൾ എന്ന് പറയുമ്പോൾ ആലോചിക്ക, ഗൈനീഷ്യം അല്ലേ, എന്ന് വെച്ചാൽ ജനിപുടം നമ്മൾ പറയും. ക്ലിയർ? അപ്പൊ ഇതില് ജനിപുടത്തിൽ ഏതൊക്കെ കേസുകളാണ് ഉള്ളത്? മിസ് പറഞ്ഞു, മിസ് എന്ത് ചെയ്തു? സിഗ്മ ചെയ്ത് കാണിച്ചു. ഇതുപോലെ ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. അപ്പൊ സിഗ്മ മിസ് സ്റ്റൈൽ ആഴ്ചപ്പോ നിങ്ങൾ പറഞ്ഞു മിസ്സേ മിസ് ഓവർ ആണ്, ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? സ്റ്റിഗ്മ ആണ്. സിഗ്മ എന്ന് ആലോചിക്കുമ്പോൾ സ്റ്റിഗ്മ, സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റൈലായിട്ട് സ്റ്റൈൽ ആലോചിക്കുക. ദെൻ ഓവറി ആലോചിക്കുക, ഓവറായി മിസ്സേ പറഞ്ഞു. ബട്ട് പിന്നെ ഉള്ളത് ഒവ്യൂൾ ആണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക കേട്ടോ. സോ എവിടെയാണ് ഇത് കാണുന്നത്? അതുപോലെ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി? വേർ ആർ ദ മെയിൽ ഗമീറ്റ് സീൻ ഇൻ ദ ഫ്ലവർ. പൂക്കളിൽ എവിടെയാണ് ആൺ പ്രത്യുൽപാദനം കാണുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും പോളൻ ഗ്രെയിൻസിനകത്ത്, ചെറിയ ചെറിയ പൂമ്പൊടികൾക്കകത്ത്, പരാഗണ രേണുക്കളുടെ അകത്താണ് എന്ത് കാണാട മക്കളെ? നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മെയിൽ ഗമീറ്റ്സുകൾ കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? സോ പരാഗണ സ്ഥലമുണ്ട്. ഈ പരാഗണ സ്ഥലത്താണ് നമ്മുടെ മെയിൽ ഗമീറ്റ് വന്ന് പതിക്കുക. അതങ്ങനെ പോയി 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 ഇതിനുള്ളിലോട്ട് പോയി നമ്മുടെ ഒവ്യൂളിനകത്തുള്ള ആളുമായിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക, ബീജസങ്കലനം നടന്ന് പുതിയതായിട്ടുള്ള വിത്തുകൾ ഉണ്ടാവുക. ക്ലിയർ? ദെൻ ജനിതണ്ട് അണ്ടാശയം ഒവ്യൂളാണ്. ഈ അണ്ടാശയത്തിനകത്തുള്ളതിനകത്ത്, അതിന് ഒവ്യൂളിനകത്താണ് ഈ അണ്ടം കാണപ്പെടുന്നത്, എഗ്ഗ് കാണപ്പെടുന്നത് എന്നുള്ളതും ആലോചിച്ച് വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ഏത് ലിംഗപുഷ്പം? ബൈസെക്ഷൽ ആണോ യൂണിസെക്ഷൽ ആണോ ചോദിച്ചു. അപ്പൊ എന്താ ബൈസെക്ഷൽ, എന്താ യൂണിസെക്ഷൽ എന്ന് ഷുവർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. ഇത് ഇതിന്റെ ആൻസർ വരാ. ഇതിൽ രണ്ടും ഉണ്ട്, ആന്റപ്പനും ഉണ്ട് ഗൈനപ്പനും ഉണ്ട്. എന്ന് വെച്ചാൽ ആൻട്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട് അല്ലെ. അപ്പൊ ബോയ് എന്ന് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. രണ്ട് സാധനങ്ങൾ കണ്ടാൽ, രണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്താ ആലോചിക്കണം? മിസ് പറഞ്ഞത് ബൈ 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 എന്ന് ആലോചിക്കുക. സോ ബൈസെക്ഷൽ ദ്വിലിംഗ പുഷ്പമാണെന്ന് പറയാം. ആൻട്രീഷ്യവും ഗൈനീഷ്യവും, കേസരപുടം ജനിപുടം ഒരു പൂവിൽ തന്നെ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈസെക്ഷൽ. ഒരാളെ നോക്കി നമ്മൾ ബൈ ബൈ പറയില്ലേ, അപ്പൊ ഒരാളും കൂടെ വേണ്ടേ? അതേപോലെ രണ്ടും ഒരു പൂവിലാണ് കാണുന്നെങ്കിൽ അതിനെ നമുക്ക് ബൈസെക്ഷൽ എന്ന് പറയാം. നേരെ തിരിച്ചാണെങ്കിൽ പംകിന്റെ കേസൊക്കെ എടുത്താൽ, മത്തങ്ങയുടെ കേസൊക്കെ എടുത്താൽ അത് രണ്ട് സെപ്പറേറ്റ് ആയിരിക്കും, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറയുന്ന പേരാണ് യൂണിസെക്ഷൽ ഫ്ലവർ. അപ്പൊ നമ്മൾ യൂണിസെക്ഷൽ സലൂൺ എന്നൊക്കെ പറയില്ലേ, എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും. അപ്പൊ അത് യൂണിസെക്ഷൽ പറയുമ്പോൾ ഒരൊറ്റ സെക്സിന് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു പൂവിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ആ ഒരു പാർട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, പാൻട്രിഷ് ആണെങ്കിൽ അത് നമുക്ക് മെയിൽ ആണെന്ന് പറയാം, എന്ന് വെച്ചാൽ അത് ആൺപൂവാണെന്ന് പറയാം. ഗൈനീഷ് ഉണ്ടെങ്കിൽ അത് പെൺപൂവാണെന്ന് പറയാം. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാം? യൂണിസെക്ഷൽ ഫ്ലവർ. അത് ഏതിലൊക്കെ ഉള്ളത് എന്നുള്ളത് പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഹിബിസ്കസ്, അതുപോലെ ലേഡീസ് ഫിംഗർ, റോസ്, ക്ലിറ്റോറിയയിലൊക്കെ ഏതാ കാണുന്നടാ? ബൈസെക്ഷൽ. രണ്ടും ഒന്നിൽ തന്നെ കാണുന്നതാണ്. ചെമ്പരത്തിപ്പൂക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ അതേസമയം യൂണിസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ കുക്കുംബർ, സ്നേക് ഗോഡ്, ബിറ്റർ ഗോഡ് ഒക്കെ എക്സാമ്പിൾ ആണ്. മത്തൻ, വെള്ളം,
പടവലം, പാവൽ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമുക്ക് പറയാൻ പറ്റും യൂണിസെക്ഷുവലിന് എക്സാമ്പിളുകളാണ് എന്ന് പറയാൻ പറ്റും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എൻ്റെ മക്കൾക്കെല്ലാം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ എക്സാമും അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ എഴുതണം. എല്ലാ മക്കളും അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം. സോ എല്ലാ മക്കൾക്കും എക്സാം പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. സോ ദരേക്കും ബൈ, സീ യു.